ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എഴുന്നേൽക്കാനായിട്ട്. നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കടലക്കറിയും പൊരിച്ച പത്തിരിയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. പിന്നെ പോയിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അങ്ങ് കുടിച്ച്. എനിക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം ചായ കുടിക്കണം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ടൊന്നും കുടിക്കില്ല. നാട്ടിൽ വന്നേ പിന്നെ അങ്ങനെ ചായ കുടിക്കല്ല. അല്ലെങ്കിൽ അവിടുന്ന് എപ്പം വൈകുന്നേരം കുടിക്കുകയായിരുന്നു. അങ്ങനെ ആ ശീലം ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും നാട്ടിൽ വന്നേരം. പിന്നെ ആണെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ കുപ്പിവെള്ളം വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സ്റ്റാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്നും കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് അങ്ങനെ തന്നെ വെച്ച് ബാക്കിയൊക്കെ മര്യാദയ്ക്ക് എടുത്ത് വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് ആമസോണിൽ നിന്ന് എനിക്ക് കുറച്ച് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ട് റീപർച്ചേസ് ചെയ്തതാണ് കേട്ടോ. എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. എന്തായാലും പ്രോഡക്റ്റ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഹൈബിസ്കസിൻ്റെ കുറച്ച് സാരിയുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കുകയാണ് ഞാൻ. ഇത് ഒരു നമ്മളെ ഹൈബിസ്കസിലെ ഒരു ഡിസൈനർ സാരിയാണ് കേട്ടോ ഈ ഒരു കാണിക്കുന്നത്. അടിപൊളിയാണ്. അപ്പം ഹൈബിസ്കസ് നിങ്ങൾ ഇതുവരെ ചെക്ക് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുക. നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സുഖമാണ്. പിന്നെ അങ്ങ് പോയി കഴിഞ്ഞാലാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ സിസ്റ്ററും അമ്മയൊക്കെയാണ് എന്നെ ഹെൽപ്പ് ആക്കാറ് ഇതിന്. പിന്നെ അർജുൻ്റെ ബ്രദറിൻ്റെ മോന് ഹെസിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോകാനായിട്ട്. ഇന്ന് ലഞ്ച് ഞാൻ അർജുൻ്റെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. ഒരുപാട് പേര് എപ്പോഴും കമൻസിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താ അർജുൻ്റെ വീട്ടിൽ പോകാറില്ലേ? ഞാൻ പോകാറുണ്ട്. അങ്ങനെ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കില്ല. കല്യാണം കഴിഞ്ഞിട്ടൊരു 4 വർഷം ആവാനാവുന്ന. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കും, എങ്ങനെ അല്ലാതെ എടുക്കുന്നല്ലാതെ ഞാൻ അങ്ങനെ അർജുൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോസൊന്നും എടുക്കലില്ല. ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ എടുക്കലില്ല. ഞാൻ നാട്ടിലാകുമ്പോഴും കൂടുതൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവാറ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അർജുൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഹെസി എനിക്ക് പുതിയതുണ്ടാക്കിയ വീട് കാണിച്ചു തരാം. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നോക്കിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ? ഹെസിയും ഹെസിയുടെ പാപ്പൻ, അതായത് നമ്മൾ അർജുൻ കൂടെ സെറ്റാക്കിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സായിരുന്നു. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ക്വാളിറ്റി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമാകാത്തതിനെ കൊണ്ട് ഞാൻ വിചാരിച്ചാൽ എന്തായാലും റിട്ടേൺ ആക്കാന്നുള്ളത്. അപ്പോൾ അത് റിട്ടേണിന് വെച്ചു. പിന്നെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോയി. അമ്മ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചമ്മന്തിയും തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എനിക്ക് കുറച്ച് വീഡിയോസ് നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ സിനിമയ്ക്ക് പോവാണ്. തുടരും മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം നമ്മളിന്ന് പോകുന്നുണ്ടായിരുന്നത് പേരാമ്പ്രയില്ല അലങ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിലേക്കാണ്. നമുക്ക് വടകരേനേക്കാളും കുറച്ചുകൂടെ അടുത്ത് ഈ ഒരു തിയേറ്ററാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്തു. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കണമല്ലോ അത്. അങ്ങനെ നമ്മളിതാ സിനിമയ്ക്ക് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എത്രയോ കാലത്തിന് ശേഷം നല്ലൊരു സിനിമ കണ്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ അധികം സിനിമയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങുന്നുണ്ട്, എന്നാലും നമ്മൾ പോയി കാണണം എന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ സിനിമകളൊക്കെ കുറച്ച് കുറവായിരുന്നു എന്ന് തോന്നി. ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹെയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീമൊക്കെ തേച്ചിട്ട്, ക്രീമല്ല സിറം അപ്ലൈ ആക്കിയിട്ട് ഹെയർ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എനിക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നായിരുന്നു. അല്ലെങ്കിൽ നാട്ടിലത്തെ കാലാവസ്ഥേൻ്റെ ആണെന്നൊന്നും അറിയില്ല. രാത്രി ആകുമ്പോഴേക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ വേഗം അങ്ങ് ടയേർഡാവും. അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് എനിക്ക് വേഗം ഉറങ്ങണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.